കുംഭമാസത്തിലത്തെ മഴ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാടും വീടും കാടും ഒക്കെ ഒന്ന് പച്ചപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മഴയിൽ തന്നെ എത്രമാത്രം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. എത്ര തിരക്കില്ലാന്നുണ്ടെങ്കിലും കാലത്ത് എണീറ്റതാ ഇവിടെ വന്ന് നിന്ന് ഇത് അയൺ ചെയ്താലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഇനി കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുക്കർ പ്രയോഗിക്കും, എന്നാലും ഞാൻ കാലത്തെ അയൺ ചെയ്യുള്ളൂ എന്ന്. ഈ ഒരു കാനന ഭംഗിയൊക്കെ കണ്ടു നിന്ന് അമ്പലത്തിൽ ഇപ്പോൾ സുപ്രഭാതം പാട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ കേട്ട് നിന്ന് ഇവിടെ നിന്ന് അയൺ ചെയ്താലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ ദിവസം തുടങ്ങിയ പോലെയും ആ ദിവസത്തെ അങ്ങോട്ട് വരവേറ്റ പോലെയും ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ശ്രീകുട്ടൻ്റെ യൂണിഫോം അയൺ ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം അല്ലേ. അയൺ ചെയ്യൽ വെറും 5 മിനിറ്റത്തെ പരിപാടിയാണ് കേട്ടോ. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്കുള്ള യൂണിഫോമൊക്കെ തേച്ച് കഴിഞ്ഞ് ബാക്ക് നമ്മുടെ കാടിലേക്ക് വലിയ 2 ലൈറ്റുകൾ ഇങ്ങനെ സൂര്യനെ പോലെ ഉദിച്ച് നിൽക്കുന്നുണ്ടാവും. അവരങ്ങോട്ട് ഓഫാക്കിയിട്ടാണ് പിന്നെ നമ്മൾ അകത്തേക്ക് കയറുക. ശ്രീകുട്ട എന്നുള്ള വിളിയിൽ പുള്ളിക്കാരൻ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വരിക. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഫുഡ് റെഡിയാക്കി എടുക്കാം. ഇന്ന് നമ്മുടെ ഇളയമയുടെ കൊച്ചുമോൻ്റെ പേരുവിളിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളുള്ള കാരണം കൊണ്ടും എന്നാൽ വീട്ടിൽ അച്ഛനമ്മയുള്ള കാരണം കൊണ്ട് കുക്കിംഗ് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതുപോലെയൊക്കെ ഒതുക്കി കൂട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് അച്ഛന് ബ്രെഡ് മുരിയിച്ചതാണ് കേട്ടോ കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അച്ഛനമ്മയും കെടുക്കുകയാണ്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛന് ഇവിടെ നാട്ടിലും വീട്ടിലും കാട്ടിലും വീട്ടിലും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, പറമ്പും കാര്യങ്ങളും കളയായിട്ട്. ആൾക്കൊരു കൈക്കോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാപ്പിയാണ്. ഞാൻ വിചാരിക്കും കേട്ടോ, ഈ അച്ഛൻ്റെ പോലെ ഇങ്ങനെ നിർത്താണ്ട് പണിയെടുക്കുമ്പോൾ മടുപ്പ് തോന്നില്ലെന്ന്. അമ്മ അങ്ങനെയാന്നേ, പക്ഷെ എനിക്ക് കുറേയൊക്കെ പണിയെടുക്കുമ്പോൾ തോന്നി എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കണേന്ന്. എന്തായാലും നമ്മൾ ബ്രെഡ് മുരിയിച്ചത് ശ്രീകുട്ടനെ കൊടുത്തു വിടണം. പിന്നെ കുറച്ച് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ആളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. കാലത്ത് നല്ല ചോറൊക്കെ വയറ് നിറച്ച് ഉണ്ടിട്ടൊക്കെയാണ് പോവുക. പിന്നെ നോൺ വെജ് അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കാലത്തിന് ചിക്കനൊക്കെ കൊടുത്ത് ചോറാക്കിയിട്ടാണ് വിടാറുള്ളത് കേട്ടോ. ശ്രീകുട്ടന് ഇത്തിരി നേരെ ക്ലാസ് ഉള്ളൂ, അവൻ തിരിച്ചു വരും. അപ്പോഴേക്കും നമുക്ക് മാച്ചോ മറ്റോ ആണ് ആൾക്ക്. സ്കൂളിൽ എന്തോ ഫുട്ബോൾ മാച്ചോ മറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുഡ് മസ്റ്റാണേ. വിശന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ല, ക്യാൻറ്റീനൊന്നും ഓപ്പൺ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഹോപ്പും അവിടെ ഇല്ല. ഇപ്പം നമ്മൾ ഫുഡ് കൊടുത്തു വിടുന്നത് മാത്രമേ കൊച്ചു കഴിക്കുകയുള്ളൂ. ഈ മുട്ടുമ്പോൾ പറമ്പന്വേഷിക്കുക എന്നുള്ള ശീലം ശ്രീകുട്ടന് നന്നായിട്ടുണ്ട്. അതതിനോട് കാലത്തായിട്ട് ഇപ്പോൾ പറയുകയാണേ, എന്തോ ഒരു മാത്സ് വർക്ക് ടീച്ചർ റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് പൊട്ടിപ്പോയി അത്ര. അപ്പോൾ തലേദിവസം പറയുകയാണെങ്കിൽ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കും. എന്നാലും എൻ്റെ അമ്മ മനസ്സുണ്ടല്ലോ അവിടെ കിടന്ന് കേഴും. ഇനിയിപ്പോൾ എൻ്റെ മകനായിട്ട് ടീച്ചർ ഇത് ചെയ്യാത്ത കാരണം എനിപ്പിച്ച് നിർത്തി എല്ലാവരെയും മുമ്പിൽ നാണം കിടന്നാന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി വെച്ച സാധനം കൊടുത്ത് വിട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ സമയം കൈ പിടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് തോന്നും അപ്പോഴൊക്കെ നമ്മൾ ഇവർ വഴക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പോണ പോക്കിലുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് അലിഞ്ഞു നോക്കോളും. ഇനി നമ്മൾ പതുക്കെ ഡ്രസ്സ് മാറി നമ്മുടെ ദിവസത്തിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. അച്ഛനും അമ്മയും എനിക്ക് പറമ്പിലേക്ക് ചക്ക നോക്കാനും സപ്പോർട്ട് പൊട്ടിക്കാനും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പതുക്കെ എൻ്റെ ഒരു ദിനചര്യ ഉണ്ടല്ലോ ജിമ്മി പൂക്ക് പരിപാടി അങ്ങോട്ട് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഒരുങ്ങിയിട്ട് നമ്മുടെ കൊച്ചിൻ്റെ നമ്മുടെ ജഗ്ഗുവിൻ്റെ പേരുവിളിക്ക് പോവാട്ടോ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ പുള്ളിക്കാരനെ? ഞാൻ കാണിച്ചു തരാം. എൻ്റെ റീലിലൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജിമ്മിൽ പോയി വരുമ്പോഴേക്കും അമ്മ പുട്ടും കടലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പരിപ്പും മുരിങ്ങക്കായും കറി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അഗസ്ത്യജീരൊക്കെ പൊട്ടിച്ച് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, കണ്ടില്ലേ? നമ്മുടെ ആശാനാണത്. ഈ പറഞ്ഞ സംഭവങ്ങൾ പുള്ളി പറയുന്ന രീതിയിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് കാരണം കൊണ്ട് നമുക്ക് പുള്ളി പറഞ്ഞ രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കാം. ആ വരുന്നതാണ് സിജോ ചേട്ടൻ, ഇതാണ് മിഥുൻ ചേട്ടൻ. കാലത്ത് വർക്കൗട്ടിൽ ഇന്ന് കുറച്ച് ആൾക്കാർ കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും കൂടെ കാണിച്ചു തന്നേരം. ഞങ്ങളുടെ വർക്കൗട്ടിൻ്റെ സെക്ഷൻ കഴിയുമ്പോൾ ചേച്ചിമാരെ വർക്കൗട്ട് തുടങ്ങും. ഞാനിതിൽ 2ലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് അപ്പർ ബോഡി ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ചേച്ചിമാരെയും ചേട്ടന്മാരെയും കൂടെയൊക്കെ നിന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ത്രെഡ്മില്ലിൽ ഒരു 5000 സ്റ്റെപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുണ്ടാവുക കേട്ടോ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അമ്മ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ റൂം തുറന്ന് ഇത്തിരി നേരം നമ്മുടെ ആ ഒരു കാട് നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാറുണ്ട്. പൊതുവെ നമ്മൾ ആ ഒരു
സ്വിങ് ഇല്ലേ നമ്മുടെ ഊഞ്ഞാൽ, അതിലാണ് ഇരിക്കാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ഇതിലേ ഇങ്ങനെ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കാടിൻ്റെ പരിസരവും അവിടെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണാം. മഴ പെയ്ത കാരണം കൊണ്ടാണ് ഇത്രയ്ക്കും പച്ചപ്പിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്കിന്ന് പരിപാടിക്ക് പോകണമല്ലോ, അത് കാരണം കൊണ്ട് മൂക്കുത്തി ഒന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചു. എൻ്റെ മൂക്കുത്തിയുടെ പാത്രം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മൂക്കുത്തിയുടെ പാത്രമല്ല, മൂക്കുത്തി കളക്ഷൻസ്. ഇങ്ങനത്തെ ഒരു പെട്ടി മേടിച്ചിട്ടാണ് അവിടെ ഞാൻ വെക്കുന്നത്. ഈ സാധനം അറേഞ്ച് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ, പിന്നെ ഒക്കെ ഗോൾഡും ഡയമണ്ട്സും അതുപോലെ തന്നെ സിൽവറും ഒക്കെയാണ്. ഇത് പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ നല്ല പൈസ പോവും. ഇപ്പോൾ നല്ല വിലയുള്ള ടൈമല്ലേ, ഇത് വിലയില്ലാത്ത ടൈമിൽ മേടിച്ച് വെച്ചതാണ് കേട്ടോ അതൊക്കെ. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ആരെങ്കിലും അല്ല, ഭാഗ്യനാണ് മിക്കത് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ തരുന്ന സമയത്ത് ഞാൻ വേണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കുത്തി വേണമെന്നാണ് പറയാറുള്ളത്. ഭാഗ്യം എനിക്ക് ആകെ ഒരു മൂക്കുത്തി മേടിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളതൊക്കെ ഞാൻ മേടിച്ചതാണ്. ഓരോ പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോഴും ഞാനൊരു മൂക്കുത്തി എടുക്കും എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ആ ശീലങ്ങളൊക്കെ നിർത്തിയിട്ടോ. പിന്നെ ഞാൻ സിൽവറിൻ്റെ മൂക്കുത്തി ധാരാളം നമ്മുടെ ഏജിയനിൽ പോകുമ്പോൾ കളക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടുന്ന് സിൽവറിൻ്റെ എടുത്തതാണ് കേട്ടോ. ഇതിൽ ഡയമണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി ഒരുങ്ങാം അല്ലേ. ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ മുകളിട്ടിട്ട്. ഞാനെനിക്ക് എന്ത് പറ്റില്ല അതിട്ടോ അങ്ങനെ ടൂറെന്നല്ലേ. ഇത് കഴിച്ചില്ല അമ്മ വാട്സപ്പിലത്തെ വോയിസ് കേൾക്കുന്നതാണ് 2x ഇട്ടിട്ട്. ഇതെങ്ങനെ മനസ്സിലാവണമെന്ന് ചോദിക്കാം അപ്പം അമ്മയുടെ അടുത്ത്. അപ്പം പോരാ, അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമല്ല. എന്തായാലും അമ്മേനെ കണ്ടിട്ട് നിങ്ങൾ കുറേ ദിവസമായി എന്ന് പറഞ്ഞില്ലേ. അമ്മത്തിന് വീട് ഇതാ കാണുന്നത്, വീട് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ നമുക്ക്. ഭാഗ്യന് ശ്രീകുട്ടനൊക്കെ ഇന്നലെ തൊട്ടേ അവിടെ തന്നെയാണ്. ഞാൻ അവിടെ അമ്മയച്ഛനുള്ള കാരണം കൊണ്ടേ പോയില്ല, നടന്നങ്ങനെ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ താമരമ്മ പൂണ്ടായേക്കണത് കണ്ടാ? താമരയല്ല, ആമ്പല്. ഞാൻ എപ്പോഴും തെറ്റി പറയും, ഇതൊക്കെ താമരകളാട്ടോ അപ്പുറത്ത് നിൽക്കണതൊക്കെ. ഇത് മാത്രമാണ് ആമ്പല്. വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റുമ്മ പൂണ്ടായിട്ടില്ല. വൈറ്റുമ്മ ചെറിയൊരു പൂണ്ടായിട്ട് ഒക്കെ മാറ്റി നടാറായി. കേബേജ് തോട്ടം അന്ന് അച്ഛൻ നട്ടത് ഞാൻ കാണിച്ചു തന്നില്ലേ, അത് വേണ്ട. കേബേജ് പിടിക്കാൻ ടൈം എടുക്കും. ഇപ്പം ചേട്ടന്മാർ വന്ന് നനച്ച് പോയുള്ളൂ. കണ്ടാ, അതാണ് ഇളയമ്മയുടെ വീട്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇളയമ്മയുടെ വീടും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സന്യങ്ങൾ ഡൽസേൻ്റെയുടെ വീടാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇളയമ്മ പറയുന്നത് അവിടെ അലങ്കാരങ്ങൾക്കായിട്ട് ഈ വക സാധനങ്ങളൊക്കെ വേണമെന്ന്. ഒരു തളികയും പിന്നെ ഒരു ഉരുളിയും. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഡൽസേൻ്റെയുടെ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ കയറ്റം അങ്ങോട്ട് കയറണ്ട. അയ്യോ സുന്ദരി. ഓ സഞ്ജു, ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് അങ്ങോട്ട് വരാം. അവിടെ ഫംഗ്ഷന് വരുന്ന എല്ലാവരും ഞാൻ 10, 12, 13 കൊല്ലമായിട്ട് കാണുന്നതല്ലേ, അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. ഈ ചിരിച്ചു നിൽക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ഗൾഫിലായ കാരണം കൊണ്ട് നമ്മൾ ജഗ്ഗുവിന്റെ ഒരു പരിപാടികളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അനിയന്റെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ എന്ന് പറയുന്നത് ഇളയമ്മയുടെ മോനാണ്. ഇളയമ്മേനെ എല്ലാവർക്കും അറിയാലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തിയത് കേട്ടോ. ഇത് അച്ഛനാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് അടിപൊളിയാക്കുന്ന തിരക്കിലായിരുന്നു ചെന്ന അപ്പം തന്നെ കേട്ടോ. ഞാൻ ഉണ്ണിവാവനൊന്നും കാണാൻ പോയില്ല. ഇവിടെ ഒരുക്കാൻ ചേച്ചിയെന്ന് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ ആവശ്യത്തേക്ക് അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ അങ്ങനെ വലിയ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും കാലിലും അതുപോലെ തന്നെ കഴുത്തിലും കണ്ണിലും ഒക്കെ കരി എഴുതിക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ചടങ്ങുകൾ നടത്തിയിട്ടില്ല. ഇവിടെ സാധാരണ 28-നാണ് നമ്മുടെ കൊച്ചിൻ്റെ ഈ ഒരു കൺമഷി എഴുതിക്കുന്ന പരിപാടിയും കരിവള ഇടുന്ന പരിപാടി നൂലുകെട്ടൊക്കെ നടത്താറുള്ളത്. പിന്നെ 90 ആകുമ്പോഴാണ്, അതായത് 3 മാസത്തിലാണ് നമ്മൾ പേര് ഇടലുണ്ടാവാറ്. 6 മാസമാകുമ്പോൾ നമ്മൾ ചോറ് കൊടുക്കും. ഇപ്പം ഞങ്ങളുടെ ജഗ്ഗുവിന് ഏകദേശം 7 മാസമായിട്ടുണ്ട്. അനിയൻ വന്നതിന് ശേഷമാണ് എല്ലാ പരിപാടികളും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല ഉറക്കമായിരുന്നു. ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ ആള്. പക്ഷെ ഇന്ന് നല്ല കരച്ചിലായിരുന്നു. കരയാൻ കാരണമുണ്ട്, ഇവിടെ നല്ല ചൂടാണടാ. പിന്നെ ഈ ടാർപ്പായുടെ ഒക്കെ ചൂട് കാരണം കൊണ്ടും നിറച്ച് വിളക്കൊക്കെ കത്തിക്ക് വെക്കുമ്പോൾ വരുന്ന ചൂട് കാരണം കൊണ്ടും കൊച്ചിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അത് കാരണം കൊണ്ടാണ് കരഞ്ഞത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിങ്ങൾ എപ്പോഴും പുള്ളിക്കാരനെ കാണുമായിരിക്കും. ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. കുടുകുടുകുടാന്ന് ചിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ശ്രീകുട്ടനെ ഇങ്ങനെ കയ്യിൽ കിട്ടിയൊരു ഫീലാണ്.
കുറേ വലുതാവുമ്പോൾ എൻ്റെ പിള്ളേരെ കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ഇതുപോലത്തെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവരുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ ചടങ്ങുകളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കും. ശ്രീകുട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളിത് എടുത്തു നോക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നും, നമുക്ക് തിരിച്ചു പോകാൻ തോന്നും. അയ്യോ, അതങ്ങനെ കാണുമ്പോൾ വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതേ പുള്ളി എല്ലാവരും നോക്കി നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മാറി മാറി എടുക്കുമ്പോഴാണ് ആൾ കരയുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു തക്കുടുമുണ്ട ഭാര്യയാണ് കേട്ടോ. ഇപ്പുറത്തിരിക്കുന്നത് വിസ്മയ, അനിയൻ്റെ വൈഫാണ്. പിന്നെ നമ്മുടെ ഇളയമ്മ, മുകളിലൊക്കെ നിൽക്കുന്നത് അമ്മമാരും അച്ചച്ചന്മാരും ഒക്കെയാണ് കേട്ടോ. പിന്നെ പ്രിയേച്ചി, അവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ രാഹുലിൻ്റെ ചേച്ചി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവരും അറിയാം, ഞാൻ ആരും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പേര് ജഗത് രാഹുൽ എന്നാണ് ഇട്ടിരിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമല്ലോ, അപ്പോൾ അതാണിത് കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ആ കൊച്ചു കുടുംബം എന്ന് പറയുന്നത്. അവിടെ ഇവർ മാത്രമല്ല കേട്ടോ, പ്രിയേച്ചി ഉണ്ട്, പ്രിയേച്ചിയുടെ 2 മക്കളുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ചടങ്ങുണ്ട്, ഈ ആടയാഭരണങ്ങൾ അണിയിക്കുന്ന ചടങ്ങുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങളുടെ ജഗത്തിന്റെ പേരുവിളിയാണ്. ഇവിടെ അച്ഛൻ്റെ വീട്ടിൽ 12 ചേട്ടൻ അനിയന്മാരൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മക്കളാണ് കേട്ടോ. ആ നേരത്തെ കണ്ട കുഞ്ഞുവാവയാണ് കാർത്തിക. ഞങ്ങൾ കാത്തു എന്ന് വിളിക്കും. കാത്തു ഇതുപോലെ തന്നെ ഒരു അനിയൻ്റെ മോളാണ്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് വ്ളോഗ് ചെയ്ത് പരിചയമുള്ള പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭാഗ്യനും മാമനൊക്കെ അവിടെ ഇരുന്ന് അടിപൊളി വർത്താനായിരുന്നു. ഒരു ഐസ്ക്രീമും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. ഇത് അച്ഛനമ്മയൊക്കെ ഉള്ളതാ. അപ്പം അച്ഛൻ വന്ന വിശേഷങ്ങളും അച്ഛനോടോ അമ്മോടോ ഒപ്പമുള്ള കുറേ നിമിഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.